Good morning to all. In the previous class, we learned about digital marketing models. Today, I am going to discuss online advertising, advantages of online advertising. What is mean by online advertising? Online advertising is a form of marketing and advertising which uses the internet to delivering promotional marketing messages to users, also known as online marketing or internet advertising. ഓൺലൈൻ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ മാർക്കറ്റിംഗ് മെസ്സേജസ് കൺസ്യൂമേഴ്സിന് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. Online advertising is a form of marketing and advertising which uses ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി മാർക്കറ്റിംഗ് മെസ്സേജസ് കൺസ്യൂമേഴ്സിന് എത്തിക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഓർ ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ്. ഓൺലൈൻ അഡ്വർടൈസിങ്ങിനെ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നും ഓൺലൈൻ അഡ്വർടൈസിംഗ് എന്നും നമ്മൾ പറയാറുണ്ട്. നമ്മളൊരു വെബ്സൈറ്റിൽ കയറി അവിടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ വരെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് നല്ലൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റുകൾ വരുന്നത്? ഇനി നമ്മൾ പറയാൻ പോണത് അതാണ്. ഏതൊക്കെ തരത്തിലുള്ള പേയ്മെൻറ്റുകളാണ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൽ ഉള്ളതെന്നാണ്. ഫസ്റ്റ് പറയണത് കോസ്റ്റ് പെർ ക്ലിക്ക്, അതായത് CPC, കോസ്റ്റ് പെർ ക്ലിക്ക്. സെക്കൻഡ് കോസ്റ്റ് പെർ ഇംപ്രഷൻ. തേർഡ് CPA, അതായത് കോസ്റ്റ് പെർ ആക്ഷൻ. ഫോർത്ത് CPL, കോസ്റ്റ് പെർ ലീഡ്. നമുക്ക് ആദ്യം തുടങ്ങി നോക്കാം എന്താന്ന്. ഫസ്റ്റ് പറയുന്നത് കോസ്റ്റ് പെർ ക്ലിക്ക്. അതായത് നമ്മൾ വെബ്സൈറ്റിൽ അഡ്വർടൈസ്മെൻറ്റുകൾ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നവർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ക്ലിക്കിനും കമ്പനി അഡ്വർടൈസിങ് ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഓരോ ക്ലിക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ പേയ്മെൻറ്റ് വരുന്നത്. അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക് അല്ലെങ്കിൽ CPC. ഇതിനെ നമ്മൾ PPC എന്നും കൂടി പറയും, അതായത് പേ പെർ ക്ലിക്ക്. ഓരോ ക്ലിക്കിനാണ് കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പേ പെർ ക്ലിക്ക്. Advertisers pay each time when they click on their listing and is redirected to their website. They do not actually pay for listing but only when the listing is clicked on. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ വെറുതെ ലിസ്റ്റ് കൊടുക്കണേനല്ല അവർ പേയ്മെൻറ്റ് നടത്തുന്നത്. പകരം ഓരോ കസ്റ്റമർ എത്ര ക്ലിക്കാണ് ചെയ്യുന്നത് ആ ക്ലിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടത്. അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത്, ഓരോ ക്ലിക്കിനും. നെക്സ്റ്റ് കോസ്റ്റ് പെർ ഇംപ്രഷൻ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഓണർ ഈ പേജിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. Cost per 1000 impressions. Cost per impression means that the advertisement pay each time the advertisement appears on publisher's page. അതായത് ഓരോ പ്രാവശ്യം അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷേഴ്സിൻ്റെ പേജിൽ ഇടുമ്പോൾ അവരെന്ത് കൊടുക്കണം? കോസ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ. കോസ്റ്റ് പെർ ഇംപ്രഷൻ മീൻസ് ദാറ്റ് ദ അഡ്വർടൈസ്മെൻറ്റ് പേ, അതായത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. എങ്ങനെ? ഈച്ച് ടൈം ദ അഡ്വർടൈസ്മെൻറ്റ് അപ്പിയേഴ്സ് ഓൺ പബ്ലിഷേഴ്സ് പേജ്. ആ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷേഴ്സിൻ്റെ പേജിൽ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അഡ്വർടൈസിങ് കമ്പനിക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിൽ പറയുന്നത് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ എന്നാണ്. അതായത് 1000 പേര് വെച്ച് 1000 പേര് കണ്ടു കഴിയുമ്പോൾ ഇത്രയും രൂപ അങ്ങനെ പറയില്ലേ, അങ്ങനെ കൊടുക്കുന്നതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ ഓർ കോസ്റ്റ് പെർ 1000. 1000 പേര് കണ്ടു കഴിഞ്ഞാൽ ആ എമൗണ്ട് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു ക്ലിക്കിനല്ല അവിടെ റേറ്റ് വന്നത്, ഇംപ്രഷൻ എത്ര പേര് കണ്ടു, 1000 പേര് കണ്ടു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ. Cost per impression or cost per 1000 impressions. Cost per impression means that the advertisement pay each time the advertising appears on publisher's page. പബ്ലിഷേഴ്സിൻ്റെ പേജിൽ വരുമ്പോൾ അപ്പോൾ എന്ത് കൊടുക്കേണ്ടതായിട്ടും പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും.
തേർഡിൽ പറയുന്നത് കോസ്റ്റ് പെർ ആക്ഷൻ. അനദർ ഫോം ഓഫ് പ്രൈസിങ് ഈസ് ദ കോസ്റ്റ് പെർ ആക്ഷൻ ഓർ കോസ്റ്റ് പെർ ആക്ഷൻ വിച്ച് ഈസ് ഓൾസോ നോൺ as കോസ്റ്റ് ബൈ കൺവേർഷൻ. This is defined as the cost entitled to advertiser based on users performing a certain predefined action. അതായത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിക്ക് വെബ് ലിങ്ക് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ഷൻ ഫോമിൽ ഫില്ല് ചെയ്തുകൊണ്ട് അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആക്ഷൻ വരുമ്പോൾ കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കോസ്റ്റ് പെർ ക്ലിക്കാണ്, അതായത് ഓരോ ക്ലിക്കിനാണ് പേയ്മെൻറ്റ്. പിന്നെ കോസ്റ്റ് പെർ ഇംപ്രഷൻ, അതായത് ഓരോ കസ്റ്റമേഴ്സും എത്ര പേര് അത് വ്യൂ ചെയ്തു അതിൻ്റെ ബേസിലാണ് കോസ്റ്റ് ബൈ ഇംപ്രഷൻ. തേർഡിൽ പറയുന്നത് കോസ്റ്റ് പെർ ആക്ഷൻ, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആക്ഷനാണ് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിക്ക് പേയ്മെൻറ്റ് കിട്ടാം. അനദർ ഫോം ഓഫ് പ്രൈസിങ് ഈസ് ദ കോസ്റ്റ് പെർ ആക്ഷൻ വിച്ച് ഈസ് ഓൾസോ നോൺ as കോസ്റ്റ് പെർ കൺവേർഷൻ. ഈ കോസ്റ്റ് പെർ ആക്ഷന് പറയുന്ന വേറൊരു പേരാണ് കോസ്റ്റ് പെർ കൺവേർഷൻ. This is defined as the cost entitled to the advertiser based on users performing a certain predefined action. എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് പെർ ആക്ഷനിൽ പേയ്മെൻറ്റ് വരുത്തേണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് മെത്തേഡ് കോസ്റ്റ് പെർ ലീഡ്. നമ്മൾ കോസ്റ്റ് പെർ ക്ലിക്കിൽ പറഞ്ഞു, അതായത് ഓരോ ക്ലിക്കിനാണ് കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ്റെ ബേസിലാണ് പേയ്മെൻറ്റ് വരുത്തുക. കോസ്റ്റ് പെർ ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് അത് വ്യൂ ചെയ്തു അതിൻ്റെ ബേസിൽ, അതായത് ഓരോ 1000 വ്യൂസിനും ഇത്രയും എമൗണ്ട് കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ. നാലാമത്തെ കോസ്റ്റ് പെർ ലീഡ്. While cost per action and cost per lead seem alike as both are based on the action or lead occurring after the click-through, where there are some important difference between them. കോസ്റ്റ് പെർ ആക്ഷനും കോസ്റ്റ് പെർ ലീഡും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് പെർ ആക്ഷൻ ഈസ് യൂഷ്വലി ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ elaborate transaction typically involve users submitting their credit card information etc. Cost per lead is a more basic form of pricing where the lead is all that matter. This lead can be as simple as leaving one's contact information on website and also include a basic sign up or request for more information. അതായത് കോസ്റ്റ് പെർ ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ആ കസ്റ്റമർ പിന്നീട് ഒരു ലീഡ്, അതായത് അയാൾ ഒരു മേജർ ലീഡ് ആ കമ്പനിക്ക് തരുന്നൊരു വ്യക്തിയായിട്ട് തീരുകയാണെങ്കിൽ കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് കോസ്റ്റ് പെർ ലീഡ്. കോസ്റ്റ് പെർ ലീഡ് ഈസ് എ മോർ ബേസിക് ഫോം ഓഫ് പ്രൈസിങ് വെയർ ദ ലീഡ് ഈസ് ഓൾ ദാറ്റ് മാറ്റേഴ്സ്. ലീഡിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് അവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. ദിസ് ലീഡ് ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് ലീവിങ് വൺസ് കോൺടാക്ട് ഇൻഫർമേഷൻ ഓൺ വെബ്സൈറ്റ് ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് എ ബേസിക് സൈൻ അപ്പ് ഓർ റിക്വസ്റ്റ് ഫോർ മോർ ഇൻഫർമേഷൻ. ഈ രീതിയിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പം നമ്മൾ ടൈപ്പ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്ങിൽ നമ്മൾ ബാനർ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെത്തേഡുകളാണ് ഇവിടെ പറഞ്ഞത്. കോസ്റ്റ് പെർ ക്ലിക്ക്, കോസ്റ്റ് പെർ ഇംപ്രഷൻ, കോസ്റ്റ് പെർ ആക്ഷൻ, കോസ്റ്റ് പെർ ലീഡ്. നെക്സ്റ്റ് ബെനിഫിറ്റ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. നമ്മൾ ഓൺലൈൻ അഡ്വർടൈസിങ് എന്താണെന്ന് പറഞ്ഞു, അതായത് നമ്മൾ ഇൻ്റർനെറ്റ് വഴി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലെത്തിക്കുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പറയുന്നത്. ഫസ്റ്റ്, ഗ്ലോബൽ ആക്സസിബിലിറ്റി. ദ ഇൻ്റർനെറ്റ് എക്സ്പാൻഡ് ദ കമ്പനീസ് മാർക്കറ്റ് ടു ഇൻക്ലൂഡ് ഗ്ലോബൽ മാർക്കറ്റ്സ്, allowing those from around the world to visit the website. These ads provide much wider global coverage and help marketing them reach more audience.
നമുക്കറിയാം, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഗ്ലോബൽ ആക്സസിബിലിറ്റി ഉണ്ട്. ഏതൊരു കസ്റ്റമറിനും എവിടെ നിന്ന് വേണമെങ്കിലും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് കാണാനും അതിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഇന്നൊരു ലൊക്കാലിറ്റിയിൽ നിന്ന്, ഇന്നൊരു സ്റ്റേറ്റിൽ നിന്ന്, ഇന്നൊരു ഡിസ്ട്രിക്റ്റിൽ നിന്നുമില്ല, ഏത് രാജ്യക്കാർക്കും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കാണാനും അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും, അതായത് ഗ്ലോബൽ ആക്സസിബിലിറ്റിയാണ് നമ്മുടെ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് റിച്ച് കണ്ടൻറ്റ്. The internet allow for communicating to consumers substantially more content rich product information. നമുക്ക് കൂടുതൽ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് വഴി പോസിബിളാണ്. ദ ഇൻ്റർനെറ്റ് അലൗഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു കൺസ്യൂമേഴ്സ് സബ്സ്റ്റാൻഷ്യലി മോർ കണ്ടൻറ്റ് റിച്ച് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് പറയുന്നത് അഫോർഡബിലിറ്റി. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ഈസ് മച്ച് അഫോർഡബിൾ ആൻഡ് കോസ്റ്റ് കമ്പയർഡ് ദാൻ എനി അതർ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. വേറെ ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് മീഡിയയേക്കാളും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് ഓൺലൈൻ അഡ്വർടൈസിങ്. കാരണം നമ്മൾ പറഞ്ഞു, മറ്റു തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ അത് വരുത്തി നമുക്ക് എടുക്കാനായിട്ട് സമയമെടുക്കും. പക്ഷേ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങനത്തെ ചേഞ്ചസൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സ്പീഡ്. Internet advertising method is faster than any type of traditional advertising media. നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയയെക്കാളും കൂടുതൽ വ്യൂവും അതുപോലെ തന്നെ ഈസിയും ആയിട്ടുള്ള ഫാസ്റ്ററും ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ഓൺലൈൻ അഡ്വർടൈസിങ്. ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് മെത്തേഡ് ഈസ് ഫാസ്റ്റർ ദാൻ എനി ടൈപ്പ് ഓഫ് ട്രഡീഷണൽ അഡ്വർടൈസിങ് മീഡിയ. അപ്പോൾ ദീസ് ആർ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ ആക്സസിബിലിറ്റി, സെക്കൻഡ് റിച്ച് കണ്ടൻറ്റ്, തേർഡ് അഫോർഡബിലിറ്റി, ഫോർത്ത് സ്പീഡ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ക്വിക്ക് അപ്ഡേറ്റിംഗ്. ഓൺലൈൻ ഇൻഫർമേഷൻ ക്യാൻ ബി ക്വിക്ക്ലി ആൻഡ് ഈസിലി ചേഞ്ച്ഡ് ആൻഡ് അപ്ഡേറ്റഡ്. അത് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അത് അഡ്വർടൈസ്മെൻറ്റിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയെടുക്കാൻ സമയം വേണം. ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ക്വിക്ക് അപ്ഡേറ്റിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേഷൻ നടത്താനായിട്ട് സാധിക്കും. ഓൺലൈൻ ഇൻഫർമേഷൻ ക്യാൻ ബി ക്വിക്ക്ലി ആൻഡ് ഈസിലി ചേഞ്ച്ഡ് ആൻഡ് അപ്ഡേറ്റഡ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് ബ്രാൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ. ദ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാൻ കണ്ടെയ്ൻ മോർ ബ്രാൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു ബിൽഡ് ബ്രാൻഡ് ഇമേജ്. നമുക്ക് കൂടുതൽ ബ്രാൻഡ് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൽ പോസിബിളാണ്. നെക്സ്റ്റ് ഈസി കളക്ഷൻ ഓഫ് ഡാറ്റ. ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് ഡാറ്റ കളക്ഷൻ ഈസിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. The internet's interactive nature allow for greater flexibility than traditional media in the type of information transmitted and method of transmission. നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് ഇതിൽ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൽ. നെക്സ്റ്റ് ബെറ്റർ കസ്റ്റമർ റിലേഷൻ. നമുക്ക് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് വഴി പോസിബിളാണ്. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ് പർച്ചേസ് ഡിസിഷൻസ്. നമുക്ക് പർച്ചേസ് ഡിസിഷൻസ് എടുക്കാനായിട്ട് പോസിബിളാണ്. അപ്പോൾ ബെനിഫിറ്റിൽ ക്വിക്ക് അപ്ഡേറ്റിംഗ്, പ്രൊവൈഡ് ബ്രാൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ, തേർഡ് ഈസി കളക്ഷൻ ഓഫ് ഡാറ്റ, ഫോർത്ത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി, ഫിഫ്ത്ത് ബെറ്റർ കസ്റ്റമർ റിലേഷൻ, സിക്സ്ത് ഫെസിലിറ്റേറ്റ് പർച്ചേസ് ഡിസിഷൻസ്. These are the benefit of online advertising. First, global accessibility. Second, rich content. Third, affordability. Fourth, speed. Fifth, quick updating. Seventh, provide brand relevant information. Eighth, easy collection of data. 9, great flexibility. 10, better customer relation. 11, facilitate purchase decisions. These are the various payment models of internet advertising. First, cost per click. Second, cost per impression. Third, CPA, cost per action. Last, cost per lead, CPL, cost per lead.